ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെൻറ്റ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യ വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? 26 ജനുവരി 1950. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആർ? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആർ? സഞ്ജയ് മൽഹോത്ര. സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? 742. മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഗോദാവരി. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? പെരിയാർ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ? വേമ്പനാട് കായൽ. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? മലനാട്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? സുഭിക്ഷ കേരളം.